ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ ഉത്സവമായിട്ട് കുറേ ദിവസമായി പോകാൻ വിചാരിക്കുന്നു, പക്ഷേ ഇന്നാണ് പോകാനുള്ള ടൈം ആയത്. ബാഗെല്ലാം ഇവിടെ പാക്കെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് പാക്കിങ്ങാ. കുറച്ച് ചീര വിത്ത് കിട്ടിയിട്ടുണ്ടേനെ, എന്നിട്ട് ഞാനത് ഇവിടെ ഇട്ട് ഇപ്പോൾ പൊടിച്ച് വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പമ്പലെല്ലാം കയറി വണ്ടിയിൽ എണ്ണയെല്ലാം അടിച്ച് അപ്പോൾ ഇനി ഒരു 3-3.5 മണിക്കൂർ ഇതേ ഓട്ടം തന്നെ. ലച്ചുട്ടി ഇപ്പോൾ ഭയങ്കര ആവേശത്തിലെല്ലാം ഉണ്ട്. ഫ്രണ്ടിലെല്ലാം ഇരുന്നിട്ട് ഇനി കുറേ കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ ബാക്കിൽ തുള്ളിച്ചാടിയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഈ ആവേശമൊന്നും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പം നല്ല വെയിലാകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചേ, എത്ര ആയാലും ലച്ചുട്ടെല്ലാം ഉണ്ടായി നോക്കുമ്പോൾ എത്ര വിചാരിച്ചിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാനേ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെറുപുഴയെല്ലാം എത്തിയിട്ടാകുമ്പോൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി നിർത്തി. ഞാൻ ചെറുപുഴ എത്തുമ്പോൾ തന്നെ തളർന്നു പോയിട്ടുണ്ടായി, കാരണം വെയിലെല്ലാം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്രാവശ്യം വല്ലാണ്ട് തളർന്നു പോയിന് അവിടെ എത്തുമ്പോൾ തന്നെ. ഞാനിലെ ഒരു ഐസ്ക്രീമെല്ലാം വാങ്ങി തിന്ന് വെള്ളമെല്ലാം കുടിച്ച് എന്നതാകുമ്പോൾ ഉഷാറായി. അപ്പം 3.5 മണിക്കൂർ ട്രാവലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ചന്തയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വെച്ചിട്ട് ഇരുന്ന് തളർന്നിട്ട് കാലെല്ലാം മേലെ വെച്ചിട്ട് ലയിക്കാൻ തുടങ്ങി. അമ്പലത്തിൽ നിന്ന് ആറാട്ട് മഹോത്സവത്തിന് നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് റോഡ് സൈഡ് മൊത്തം ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൻ്റെ അങ്ങനെ നമ്മൾ 12.5 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചിനി. ഇപ്പോൾ 1 മണിയായി, 12:55. 20 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്ത്. അപ്പോൾ നമ്മളെ നാട്ടിലെത്തി. ബദ്ധിച്ചില്ല, ഇറങ്ങൊന്നും വേണ്ട അല്ലേ, ഇറങ്ങൊന്നും വേണ്ട, കണ്ടിക്കൊണ്ട് ഇറങ്ങണ. കിൻഡർ ജോയ് ഉണ്ടോ എതിർച്ചാ?
ഐസില്ല ഓ ഐസ് ഉണ്ടോ ബേക്കറി വേണ്ട വിശേഷം പിന്നെ ഈശ്വല ഉറങ്ങിയാ കാത്ത് കാത്ത് ഉറങ്ങിപ്പോയി കേട്ടാ ഉറങ്ങുന്ന അച്ചാച്ചനും മോളും ലച്ചന് നാണം വന്ന് കാത്തിക്കാൻ പറഞ്ഞിട്ട് കാത്തിക്കാണ്ട് ഉറങ്ങുന്ന ഫോൺ എടുക്കാണ്ട് നിങ്ങൾ ഉറങ്ങിയാ ഞാനൊരു 11 മണിക്കുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടേനെ. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ നേരം വൈകിപ്പോയാണ്ട് ഇവിടെ എത്താനും നമ്മൾ നേരം വൈകി. അമ്മ പണിയും കയറി വരുമ്പോൾ ചിക്കനും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം വേഗം ചിക്കനെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും അമ്മായിയും എല്ലാം കൂടിയിട്ട് വേഗം ചിക്കൻ കറിയെല്ലാം സെറ്റാക്കി വെച്ചു. ഏട്ടത്തി പണിയും കയറി വന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അമ്മായിയാണ് എൻ്റെ ക്യാമറാമാൻ, അതുകൊണ്ട് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നൊന്നുമില്ല. ഇച്ചും ലച്ചു ആണെങ്കിൽ ഒരേ ഓട്ടം കളിയല്ലാന്ന്. ഇനി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കാമല്ലോ എന്നുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത്. നമ്മളെ വീടിൻ്റെ അകത്ത് അടുപ്പില്ല കേട്ടോ, അടുപ്പ് ഇവിടെ പുറത്താണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ചോറ് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കൽ. നമ്മളിവിടെ ഇപ്പോഴും എല്ലാവരും ചാണം മെഴുകലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെയിൽ നമ്മൾ ചാണം മെഴുകിയിട്ടാണുള്ളത്. ഷയ്യാണെങ്കിൽ മൊത്തം നടന്ന് വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുക പോയിട്ട് ബോറടിക്കുന്നുണ്ടാകും. ഏട്ടന്മാരെല്ലാം വരുന്നവരെ ഷയ്ക്ക് ബോറായിരിക്കും. പിന്നെ അവർ വന്നാൽ പിന്നെ അവരെ ഒരു വർത്തമാനം കാര്യങ്ങളെല്ലാം ആയിട്ട് അവർ തിരക്കായിരിക്കും. അപ്പോൾ ചെടിയെല്ലാം നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്, എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെയിൽ കൊള്ളുന്നതുകൊണ്ട് നമ്മളെ മേലെ കറുത്ത ഷീറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിലിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് ചെടിക്കെല്ലാം. അതുകൊണ്ട് നിറയെ പൂവെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ തനിയെ നാട്ടുമ്പുറം ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും പശുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള വളവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് ചെടിയെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചൂട് ഭയങ്കര കുറവാണ്. ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തണുപ്പ്. അച്ഛൻ ഓൺലൈനിൽ താമര വാങ്ങിയിട്ട് അത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പൂവ് ഇട്ടിട്ടില്ല. ചെടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് നട്ടത് ഞാനാണെങ്കിലും ഞാൻ നട്ടത് ഉഷാറാകുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് പോയി. ബാക്കി എല്ലാ കാര്യവും നോക്കുന്നതും പുതിയ പുതിയ ചെടിയെല്ലാം കൊണ്ടുവരുന്നതും അങ്ങനത്തെ എല്ലാ പരിപാടി അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പോയാലും എൻ്റെ ചെടി എങ്ങനെ ഉണ്ടാവും എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. അച്ഛൻ അതിനെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെടിപ്രാന്ത് ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മളെ വീട് മുന്നത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ വന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം വൈകുന്നേരങ്ങളാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ അടിപൊളിയാണ്. നമ്മൾ അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടാരെല്ലാം വന്നിട്ട് എല്ലാവരും ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ മഴക്കാലത്തേക്കുള്ള വിറകെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അത് കേടായിട്ടുണ്ടായിന്. ഇപ്പോൾ മഴയെല്ലാം ആയതുകൊണ്ട് വീണ്ടും നന്നാക്കി വെച്ചിട്ടുണ്ട്. 6 മണി 6:30 ആകുമ്പോൾ ഏട്ടനും ഏട്ടത്തിയും കുഞ്ഞേട്ടനും അവരെല്ലാം വരും. അവരെല്ലാം വന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ചായയെല്ലാം കുടിച്ചിട്ട് കുളിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയും ഉണ്ടയും കൂട്ടി ചായ കുടിച്ചു. നമ്മൾ ചായ കുടിക്കാനിരിക്കുമ്പോൾ ഏട്ടനും ഏട്ടത്തിയും വന്നു. അപ്പോൾ ലച്ചൂട്ടീൻ്റെ ബർത്ത്ഡേ നമ്മൾ ആടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഏട്ടനും ഏട്ടത്തി ലച്ചൂട്ടിക്ക് ഒരു കേക്കെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു.
അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പം നമ്മൾ കുറച്ച് സമയം അതും കണ്ട് അവിടെ നിന്നു. സമൃദ്ധി കുക്കുടേലു നിഷിക ഒരിക്കാടി പ്രീതി ജലധര കോലോനി വിസ്മിത കോരിഗത്തെ ആദ്യ ഹരിയാന ധന്യശ്രീ പട്രോളി പടികൻ സ്റ്റീവജ് ഈശ്വരമംഗല അദ്വൈത് തേജശ്രീ ഹരിപ്പട വിഷ്ണു കോരിഗത്തെ സമന്യു Hecho.